എണീറ്റിട്ട് ഞാൻ പറഞ്ഞു, "മാഷെ അത് ഞങ്ങളല്ലല്ലോ. മാഷ് കാണാതെ എന്തിനാണ് ഞങ്ങളെ പറയുന്നത്? എന്താ പറഞ്ഞ്?" ചോദിച്ചു. അപ്പോൾ ഞാന് ഒരു പതിഞ്ഞ സ്വരത്തിൽ അത് വീണ്ടും ആവർത്തിച്ചു. അത് ആവർത്തിച്ചത് ഓർമ്മയുള്ളൂ, അടി ഇവിടെ വീണു. ശരിക്കും തരിച്ചുപോയി ഞാൻ. ആ അടി ഇന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മര്യാദക്ക് സംസാരിച്ചോളൂ. ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി എന്നുള്ള ചിന്തയിലായി പല ദിവസങ്ങളിലും ക്ലാസ് കട്ട് ചെയ്യാൻ തുടങ്ങി. 4ാം ക്ലാസ് എത്തിയിട്ടുള്ളൂ. പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞ് ക്ലാസ് കട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മളെ 3ാമത്തെ എപ്പിസോഡിൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ റിയൽ സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്. ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ എങ്ങനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് എന്ന് എപ്പിസോഡ് 3 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ കാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ എനിക്ക് പറയാനുള്ളത് ഒരു അധ്യാപകൻ എങ്ങനെ ഒരു വിദ്യാർത്ഥിയോട് പെരുമാറാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിത്തത്തിൽ മോശമാവാൻ കാരണം 2 അധ്യാപകരാണ്. ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു അധ്യാപകൻ എങ്ങനെ ഒരു വിദ്യാർത്ഥിയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. എന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് പറ്റിയതുപോലെ ഇനി ഒരു കുട്ടിക്കും സംഭവിക്കാതിരിക്കട്ടെ. വെൽക്കം ടു ക്ലീൻസ് മീഡിയ പോഡ്കാസ്റ്റ് എപ്പിസോഡ് 4. അപ്പോൾ അതിലെ ഞാൻ പറഞ്ഞിരുന്നു 1 മുതൽ 3 വരെയുള്ളത് ഒരു മദ്രസ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 4 മുതൽ 7 വരെ സ്കൂളിന്റെ യഥാർത്ഥ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3ൽ നിന്ന് നല്ല മാർക്കോട് കൂടിയിട്ട് 4ലേക്ക് ഞാൻ പാസ്സായി. സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു പ്രവേശനോത്സവ ദിവസത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആവേശത്തോടു കൂടിയും ആകാംക്ഷയോട് കൂടിയിട്ടും വളരെ സന്തോഷത്തോടു കൂടിയിട്ടും നമ്മൾ 4ാം ക്ലാസ്സിലോട്ട് ഞാൻ കാലുകുത്തുന്നു. അവിടെ എൻ്റെ ഉണ്ണിമാഷില്ല, എന്നെ പഠിപ്പിച്ച മറ്റു അധ്യാപകരില്ല, ഒക്കെ എനിക്കറിയാം. പക്ഷെ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും ആ ഉണ്ണിമാഷ് തന്ന ഒരു വെളിച്ചത്തിന്റെ പ്രതീക്ഷയിലാണ് ഞാൻ 4ാം ക്ലാസ്സിലോട്ട് പോകുന്നത്. പുതിയ കുടയും പുതിയ ബാഗും പുതിയ ഡ്രസ്സും ഏതൊരു കുട്ടിയെ പോലെയും എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു, ആവേശമായിരുന്നു. ആദ്യത്തെ ദിവസം അയാൾ ഹാജരെടുത്ത് അങ്ങനെ ക്ലാസ് എടുത്ത് പോയി. 2ാമത്തെ ദിവസം വരുന്നു, ഒരു ലീഡറെ സെലക്ട് ചെയ്യണം. മുൻപ് 3ാം ക്ലാസ്സിൽ ഞാനായിരുന്നു ലീഡർ. ഞാൻ ആ ഒരു പ്രതീക്ഷയിലൂടെ ഞാൻ നിന്നു. ലീഡർ സ്ഥാനം എനിക്കല്ലാന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി. അങ്ങനെ സാർ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അദ്ദേഹം എടുക്കുന്ന വിഷയം കണക്കാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ബെഞ്ചിലെ ചോദ്യം ചോദിച്ചു. അയാൾക്ക് ഉത്തരം കിട്ടിയില്ല. ഉടനെ മാഷ് അയാളെ കുനിച്ചു നിർത്തി കൈ കൊണ്ടടിച്ചു. കണ്ടതോടുകൂടി എൻ്റെ സകല കോൺഫിഡൻസും പോയി. ആ ചോദ്യം എൻ്റെ അടുത്ത് വന്നു, ചോദിച്ചു. എനിക്ക് പറയാൻ കിട്ടുന്നില്ല. എൻ്റെ ചുണ്ടുകൾ തമ്മിൽ ഇങ്ങനെ അടിക്കുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ കുനിച്ചു നിർത്തി. ആ മാഷെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ഹൈറ്റാണ്, നല്ല ഹൈറ്റ് ഉണ്ട്. അയാളെ കയ്യിലൊക്കെ നല്ല നല്ല നീളമുള്ള കൈയായിരുന്നു. ആ കൈ വെച്ചിട്ട് എൻ്റെ പുറത്ത് ആഞ്ഞടിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് എന്തൊക്കെയോ ഒരു ആ ഒരു സമയമുണ്ടല്ലോ, ആ അടി കിട്ടിയ സമയം, നമുക്ക് നമ്മളുടെ ആ പഴയ ഓർമ്മകൾ, എന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് കൊണ്ടുവരുന്ന എൻ്റെ ഉണ്ണിമാഷിൻ്റെ ഓർമ്മകൾ, എൻ്റെ ലീഡർ സ്ഥാനം, എനിക്ക് എന്തൊക്കെയോ ഒരു നമ്മൾ കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ ഒരു കെട്ടിടം അല്ലെങ്കിൽ എന്തോ അത് തകർന്നു പോയ പോലെ ആ അടി പിന്നീട് അങ്ങോട്ട് എന്നെ വീണ്ടും പഴയ ഞാനാക്കി മാറ്റി. എനിക്കെന്തോ ആ ക്ലാസ്സിനോടും ആ മാഷിനോടും വെറുപ്പായി തുടങ്ങി. ഓരോ ദിവസവും ഞാൻ അങ്ങോട്ട് എങ്ങനെ പോകും എന്നുള്ള ചിന്തയിലായി പല ദിവസങ്ങളിലും ക്ലാസ് കട്ട് ചെയ്യാൻ തുടങ്ങി. 4ാം ക്ലാസ് എത്തിയിട്ടുള്ളൂ. പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞ് ക്ലാസ് കട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു 6ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേ തോന്നുന്നുണ്ട് വീണ്ടും ഒരു അനുഭവം. കുടിവെള്ളത്തിനായിട്ട് എല്ലാ കുട്ടികളും കൂടി പിരിവിട്ട് വാങ്ങി ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് കൊടുന്ന് വെക്കും. ഒരു ദിവസം അസംബ്ലി കഴിഞ്ഞ് ക്ലാസ്സിലോട്ട് എല്ലാവരും ഓടി വരുന്നു. വന്നപ്പോൾ ആ ബക്കറ്റിലെ വെള്ളം തട്ടിമറിഞ്ഞ് കിടക്കുന്നുണ്ട്. ക്ലാസ് ടീച്ചർ വന്നു. അയാൾ വന്നപ്പോൾ ആ വെള്ളം ഇങ്ങനെ നിലത്ത് പോയി കിടക്കുകയാണ്. സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണല്ലോ, ആരാണ് വെള്ളം തട്ടിയത്? ക്ലാസ് സൈലന്റ് ആയി. അയാൾ ഒന്നും കൂടി മേശപ്പുറത്ത് ആഞ്ഞടിച്ചു, ആരാണ് വെള്ളം തട്ടിയത്? അപ്പോൾ ആരും മിണ്ടുന്നില്ല. ആ ബക്കറ്റ് വെച്ച അതിനോട് ചാരിയിട്ടാണ് ഞങ്ങൾ ബെഞ്ചിരിക്കുന്നത്. ശേഷം ചുമരിനോട് ചാരിയിട്ടുള്ള ബെഞ്ചാണ്. മാഷ് ഞങ്ങളെ ലക്ഷ്യമാക്കി വന്നു. നിങ്ങളല്ലേ വെള്ളം തട്ടിയത് ചോദിച്ചു. ഈ ബെഞ്ചിരിക്കുന്ന ആരോ ആണ് വെള്ളം തട്ടിയത്, അതുകൊണ്ട് നിങ്ങൾ ഇത് വൃത്തിയാക്കണം എന്ന് പറഞ്ഞു. എണീറ്റിട്ട് ഞാൻ പറഞ്ഞു, മാഷെ അത് ഞങ്ങളല്ലല്ലോ. മാഷ് കാണാതെ എന്തിനാണ് ഞങ്ങളെ പറയുന്നത്? എന്താ പറഞ്ഞു ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു പതിഞ്ഞ സ്വരത്തിൽ അത് വീണ്ടും ആവർത്തിച്ചു. അത് ആവർത്തിച്ചത് ഓർമ്മയുള്ളൂ, അടി ഇവിടെ വീണു. ശരിക്കും തരിച്ചുപോയി ഞാൻ. അന്ന് 6ാം ക്ലാസ്സിലാണ്. ആ അടി ഇന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മര്യാദക്ക് സംസാരിച്ചോളൂ. ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി. ഇതായിരുന്നു മാഷിൻ്റെ ഡയലോഗ്. ക്ലാസ് പക്കാ സൈലൻ്റായി. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പതറി നിൽക്കുക. എൻ്റെ കൈ വറക്കുന്നുണ്ട്, കാല് വറക്കുന്നുണ്ട്, ചുണ്ട് വറക്കുന്നുണ്ട്. ഞാൻ ബാലൻസ്ഡ് അല്ല. എൻ്റെ അടുത്ത് അയാൾ പറഞ്ഞു, ഇങ്ങോട്ട് വാ. എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു വളരെ ദേഷ്യത്തിൽ, സ്റ്റാഫ് റൂമിൽ തുണിയുണ്ട്, പോയി എടുത്തു വാ. എന്നിട്ട് ഇവിടെ മുഴുവൻ തുടച്ച് വൃത്തിയാക്കിയിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. സ്റ്റാഫ് റൂം പോയി തുണി കൊടുന്നു. ആ വെള്ളം മുഴുവൻ ഞാനിങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ കുട്ടികളൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നില്ല. കാരണം അവർ പേടിച്ചിരിക്കുകയാണ്, സൈലൻ്റ് ആണ്. സാറ് ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. ഞാനവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അത് പിഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, ഞാൻ അതിനെ തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഇനി പോയിട്ട് ക്ലീൻ ആക്കിയിട്ട് വന്നു പറഞ്ഞു. ഞാൻ ഈ ബക്കറ്റും കൊണ്ട് നമ്മൾ പൈപ്പിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഞാൻ എന്തൊക്കെയോ ഓർത്ത് കരഞ്ഞുപോയി. അങ്ങനെ 6, 7, 8, 9, 10 ഞാൻ പിന്നെ പക്കാ സൈലൻ്റായി. അതായത് ക്ലാസ്സിലോട്ട് വരുന്നു, ഇരിക്കുന്നു, പോകുന്നു. പക്ഷെ എന്നെ ഏതെങ്കിലും മൂലയിലുണ്ടാവും, അല്ലെങ്കിൽ ബെഞ്ചിൻ്റെ മൂലയിലുണ്ടാവും. ഇൻ്റർവെല്ലിന് പോലും ഞാൻ പുറത്തിറങ്ങില്ല. വെച്ചാൽ എനിക്ക് പുറത്തിറങ്ങണ്ട, ആളുകളെ കാണണ്ട, കുട്ടികളെ കാണണ്ട, കളിക്കണ്ട, അവരോടൊപ്പം ചിരിക്കണ്ട, ഒന്നും വേണ്ട. 10 വരെ എനിക്ക് പറയാം എൻ്റെ കൂടെ നിന്ന് പഠിച്ച എൻ്റെ ഫ്രണ്ട്സിനെ അറിയാം. പുറത്തിറങ്ങൂല. ഞാനൊരു മൂലയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി വെറുതെ ഇങ്ങനെ ഇരിക്കും. ആരോടങ്ങ് സംസാരിക്കാൻ പോകില്ല. പക്കാ ഒരു ഇൻട്രോവേർട്ടർ.
അങ്ങനെ തന്നെയായിരുന്നു ഞാൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ആവേശമൊക്കെ. ഞാൻ 1 മുതൽ 3 വരെ ഭയങ്കര ആവേശമായിരുന്നു. പഠിക്കാനും, കളിക്കാനും, ആഹ്, ഏ ഏത് പ്രോഗ്രാമിൽ പങ്കെടുക്കാനൊക്കെ ഞാൻ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതൊക്കെ തല്ലിക്കെടുത്തിയത് ഈ അധ്യാപകരായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നവരെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ചെയ്യരുത്, ആവർത്തിക്കരുത്. ഇത്രയും വർഷമായിട്ടും എൻ്റെ ഉള്ളിലത് ഒരു സിനിമ പോലെ എനിക്ക് കഥ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുറിവ് അത്രത്തോളം എൻ്റെ മനസ്സിൽ തന്നിട്ടുണ്ട്. എപ്പോഴും നമുക്ക് നമ്മളുടെ ബെസ്റ്റ് ടീച്ചർ ആരാന്ന്, അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സ് ഡേ വരുന്ന സമയത്ത് നമ്മളെ മൈൻഡിലോട്ട് വരുന്നത് നമ്മളെ കെയർ ചെയ്ത്, എനിക്കിന്ന് ഓർമ്മ എൻ്റെ ഉണ്ണിമാഷ് മാത്രമാണ്. ഒരു വാപ്പയില്ലാത്ത, അല്ലെങ്കിൽ അച്ഛനില്ലാത്ത, അമ്മയില്ലാത്ത ഒരു കുഞ്ഞാണെങ്കിൽ ചേർത്ത് പിടിക്കുക, അവൻ്റെ മനസ്സറിയാൻ ശ്രമിക്കുക, അവനിലെ കഴിവുകൾ എന്തെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഞാനന്ന് നല്ല ചിത്രം വരയ്ക്കുമായിരുന്നു. പക്ഷേ ചിത്രം വരയ്ക്കും, അതുപോലെ മണ്ണ് കൊണ്ട് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ അതൊന്നും ഒരാളും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. എനിക്കത് എവിടെയാണ് അവതരിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ഇന്ന് അതിന് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പം എൻ്റെ അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, ക്ലാസ്സിൽ മിണ്ടാതെ, ആരോടും അത്ര കമ്പനി കൂടാതെ, ഒരു കാര്യത്തിലും അധികം ഇടപെടാതെ, എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആർട്സ് ഡേ വരുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന, പൊട്ടനെന്ന് വിളിക്കുന്ന, അങ്ങനെ ഉണ്ടല്ലോ അല്ലേ, അവൻ പൊട്ടനാന്ന് പറയും. വീട്ടുകാരും പറയും, നാട്ടുകാരും പറയും. അത് കേട്ടിട്ട് സാറുമാരും ചിലപ്പോൾ പറഞ്ഞേക്കാം അവർ രഹസ്യമായിട്ട്. പക്ഷെ അവൻ പൊട്ടനല്ല കേട്ടോ. അവൻ എന്തൊക്കെയോ മുൻപ് കിട്ടിയ അടികളുടെ ഒരു ഷോക്കിൽ ഇൻട്രോവേർട്ട് ആയതാണ്, അല്ലെങ്കിൽ പൊട്ടനായതാണ്. എവിടെങ്കിലൊക്കെ അയാളിങ്ങനെ ഒരു തൂണുമ്മ ചാരി നിൽക്കുന്നുണ്ടാവും ചിലപ്പോഴൊക്കെ ഒരു ഇൻ്റർവെല്ലിനൊക്കെ. നിങ്ങൾ അവരെ ഇൻട്രോവേർട്ട് വിളിച്ച് കളിയാക്കുന്നതിന് പകരം അവനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് അവനോട് അവൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവൻ്റെ ഭയത്തെ ഒന്ന് പുറത്ത് കളഞ്ഞ് അവൻ്റെ സ്കില്ലുകളെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഒന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി. ഒരു കുട്ടിയും ഇൻട്രോവേർട്ടായി ജനിക്കുന്നില്ല, സാഹചര്യം അങ്ങനെ ആക്കി മാറ്റുന്ന. ഈ വീഡിയോ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ 90 കിഡ്സിൽ നിങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് താഴെ കമൻ്റ് ആയിട്ട് പങ്കുവെക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.